ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടി ഉപയോഗിക്കുന്ന പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പാർക്കിംഗ് ഗിയറിനകത്ത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ ടൈറ്റായിട്ട് കുടുങ്ങി പോകുന്ന രീതിയിൽ നിൽക്കുന്നത്. കുറച്ച് നമ്മൾ അധികം പിടിച്ച് വലിച്ചാൽ മാത്രമേ നമുക്ക് ഗിയർ മാറ്റാൻ പറ്റുള്ളൂ. ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് തീരെ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും നമുക്ക് വർക്ക്ഷോപ്പിനെ സമീപിക്കേണ്ട അവസ്ഥയും പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ തെറ്റായ ഡ്രൈവിംഗ് ശൈലി തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ പാർക്കിംഗ് ചെയ്യുന്ന രീതി. പാർക്കിംഗ് ഗിയർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് മുമ്പേ നമ്മളുടെ ഗിയർ ബോക്സിനകത്ത് ഈ പാർക്കിംഗ് ഗിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മളുടെ പാർക്കിംഗ് പേൾ എന്ന് പറയുന്ന ഭാഗം. ഈ പാർക്കിംഗ് പേൾ നമ്മളുടെ ഗിയർ ബോക്സിനകത്ത് ഈ ചെറിയ ഒരു ഏരിയയിൽ നമ്മൾ വന്നിട്ട് ലോക്ക് ആവുന്നതോടുകൂടിയാണ് നമ്മളുടെ ഗിയർ ബോക്സ് മൊത്തത്തിൽ നമ്മൾ സ്റ്റക്ക് ആവുന്നത്. അതാണ് പാർക്കിംഗ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളുടെ ഗിയർ ബോക്സിനകത്ത് സംഭവിക്കുന്നത്. അതായത് വണ്ടിയുടെ കംപ്ലീറ്റ് ലോഡും ഈ ചെറിയ ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഈ ഒരു പാർക്കിംഗ് പേളിൻ്റെ മുകളിലാണ് ലോഡായി നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, നമ്മളൊരു ഇറക്കത്തിലോ അല്ലെങ്കിൽ വലിയൊരു കയറ്റത്തിൻ്റെ മുകളിലോ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഒരു പാർക്കിംഗ് പേളിൻ്റെ മുകളിലാണ് ഇത്രയും ലോഡ്, വണ്ടിയുടെ ലോഡ് വന്ന് നിൽക്കുന്നത്. ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഗിയർ ബോക്സ് കംപ്ലീറ്റ് അഴിച്ച് നന്നാക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് മുതൽ, ഈ വീഡിയോ കണ്ടത് മുതൽ പാർക്കിംഗ് ബ്രേക്ക് തീർച്ചയായും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലരും പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കാൻ മടിക്കുന്ന ആൾക്കാരാണ്. പാർക്കിങ്ങിലേക്ക് ഡയറക്റ്റ് പാർക്കിംഗ് ഗിയറിലേക്ക് അങ്ങോട്ട് ഇട്ടിച്ച് വണ്ടി എവിടെയാണെങ്കിലും നിർത്തിയിട്ടിട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ പലരും. പാർക്കിംഗ് ഗിയർ നമ്മളുടെ ടയറുകളിൽ അല്ലെങ്കിൽ വീലുകളിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ പാർക്കിംഗ് ഗിയറിലിട്ട് നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെയാണ് നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ, അഥവാ എങ്ങാനും ഈ പാർക്കിംഗ് ഗിയർ ഫെയിൽ ആവുകയാണെങ്കിൽ, പാർക്കിംഗ് പോൾ പൊട്ടുകയോ എന്തെങ്കിലും സംഭവിച്ച് ഫെയിൽ ആവുകയാണെങ്കിൽ വണ്ടിയുടെ പാട്ടിന് പോകും. നമ്മളുടെ കംപ്ലീറ്റ് വണ്ടിയുടെ ലോഡും ആ ഒരു ചെറിയ പീസിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പാർക്കിംഗ് ഗിയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. അതായത് അത്രയും ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് ഇതേപോലുള്ള ഇറക്കത്തിലോ അല്ലെങ്കിൽ കയറ്റത്തിലോ ഒക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇടുന്നതിന് മുമ്പ്, അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇട്ടതിന് ശേഷം വണ്ടി ആദ്യം ഗിയർ ബോക്സ്, നമ്മളുടെ ഗിയർ ന്യൂട്രൽ ഇട്ടതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം നോക്കുക, നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ കാലെടുത്തു. അപ്പോൾ വണ്ടി കംപ്ലീറ്റ് ലോഡ് നമ്മളുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ലോഡും വന്നു. അതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിലേക്ക് ഇടുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗിയർ ബോക്സിൻ്റെ പാർക്കിംഗ് ഗിയറിൻ്റെ ആ ലിവറിൻ്റെ മുകളിലേക്ക് വണ്ടിയുടെ ലോഡ് വളരെ കുറവേ ഉണ്ടാവുകയുള്ളൂ. അത് എത്രത്തോളം നമ്മൾ ഇറക്കത്തിൽ എത്രത്തോളം സ്റ്റീപ്പായിട്ടുള്ള ഭാഗത്ത് നമ്മൾ വണ്ടി നിർത്തുന്നു, അത്രയും ലോഡ് നമ്മളുടെ ഗിയർ ബോക്സിലേക്കാണ് സാധാരണ നമ്മൾ പാർക്കിംഗ് ഗിയർ ആദ്യം ഉപയോഗിച്ചാൽ വരിക. അപ്പോൾ അതിന് പകരം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഗിയർ ബോക്സ്, നമ്മളുടെ ഗിയർ ലിവർ പാർക്കിങ്ങിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പാർക്കിംഗ് മോഡിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.